രാവിലെ നമ്മൾ പള്ളിയിൽ പോകാൻ തുടങ്ങുവാണ്. ജോണിക്കുട്ടിനെ എഴുത്തിനിരുത്താൻ പോവാണ് അല്ലേ? പള്ളിയിൽ നിന്ന് അല്ലേ? മാള് വരുന്നുണ്ട്. യശക്കുട്ടൻ റെഡി ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. യശക്കുട്ട നമുക്ക് പള്ളിയിൽ പോവാം നമുക്ക് പള്ളിയിൽ പോവാം അല്ലേ? ഒത്തിരി പണികളുണ്ട്. വീട് പരിപാടി നടന്നതിന് ശേഷം ഒന്നും ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യമൊക്കെ എല്ലാവരും ക്ലീൻ ചെയ്തിട്ടൊക്കെ അങ്ങ് പോയി. ഇനി ഇവിടെ എല്ലാം മൊത്തം വെള്ളം ഒഴിച്ച് കഴുകണം. കാരണം ഇവിടെയൊക്കെ ബുഫ് ഇവിടെ വെച്ചായിരുന്നത് കൊണ്ട് മൊത്തം നെയ്യ് പോലെയുണ്ട്. ഇനി കുറേ പണികളും വീട് മൊത്തം തുടയ്ക്കുക, വാഷ് ചെയ്ത് കലാപരിപാടികളാണ് ഇന്ന് മൊത്തം. രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം Meriam, Giuseppe, Udaigire. പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ ഇടുക്കി ജില്ലയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ നമ്മൾ എവിടെ പോണ്? അടിമാലില് അല്ലേ? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ മാമോദീസ എല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഇപ്പൊ നമ്മള് അടുത്ത അടിമാലിക്ക് പോവാണ്. ഇടുക്കിയിലുള്ള നമ്മുടെ കുറെ കൂട്ടുകാരെയൊക്കെ കാണാൻ പോവാ അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മള് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ക്ലാസ്സിലുള്ള പിള്ളേർ 1ാം ക്ലാസ്സിൽ പോവാൻ പോണേ പിള്ളേർക്കാണെങ്കിൽ ബിലൂൺസ് കിട്ടേ. പക്ഷെ ഞാൻ ഓർത്തി ആ എഴുതുന്ന കാര്യം ചെയ്തോണ്ട് എനിക്ക് കിട്ടിയില്ല. ആണല്ലേ? അപ്പൊ നമ്മള് കൈ ഇച്ചിരി ചെറുതാക്കണല്ലേ? ഓക്കെ കേറിക്കോ. ഏച്ചക്കുട്ട നിങ്ങക്ക് 3 കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തില്ലേ? ഓക്കെ അല്ലേ? ചക്കി ഓക്കെ അല്ലേ? എന്റെ വിഷാണ് ഈ ജീപ്പ് അകത്ത് പോവാൻ. സിൽവർ കളറില്. അങ്ങനെ നമ്മൾ അടിമാലി ടൗണിലാണ്. നോക്കിയാ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടോ? മഴക്കാലത്ത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇപ്പൊ മഴയില്ല. എത്ര ദിവസം ഇന്നൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. മഴക്കാലാണ് പക്ഷെ മഴ കുറവാ. എന്ത് രസമല്ല മേളീന്ന് അങ്ങനെ കുത്തി ഒഴുകി വരുന്നത്. നല്ല ഭംഗിയുണ്ട്. അവിടെ വീടുണ്ട് കേട്ടോ. അതിന് വീടൊക്കെ ഉണ്ട്. നമ്മള് ഇന്ന് പള്ളി ഒത്തിരി പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ആദ്യ കുർബാന കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കുർബാന, അതിന് പോകണം. പിന്നെ ജോണിക്കുട്ടീനെ ഒന്ന് ആദ്യമായിട്ട് എഴുതിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാളുവിനെയും ചെക്കിനെയും നമുക്കിങ്ങനെ എഴുതിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷനുള്ള ടൈമൊന്നും കിട്ടില്ല. ഇന്ന് മീറ്റപ്പ് നടക്കാൻ പോവാണല്ലോ ഇടുക്കി ജില്ലയിലെ. അപ്പോൾ വിചാരിച്ചു നമ്മള് ബേസിലേട്ടന്റെ വീട്ടിലെ കടയിൽ അവരുടെ ബ്യൂട്ടി പാർലർ ഇവിടെ ടൗണിൽ തന്നെയാണല്ലോ. അപ്പൊ അവിടെ ഒന്ന് കണ്ടിട്ട് അല്ലേ? ഐശ്വര്യ ബ്യൂട്ടി പാർലറാണ്. ബസ് സ്റ്റാൻഡ് അടുത്താണ്. അപ്പൊ അവരുടെ അടുത്തൊന്ന് കയറിയിട്ട് പോകാം എന്ന് ഓർത്തോണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അടിമാലില് ഐശ്വര്യ ബ്യൂട്ടി പാർലർ എത്തിയിരിക്കുകയാണ്. ഇത് 3ാമത്തെ നിലയിലേക്ക്. 3ാമത്തെ നിലയിലാണ്ടാ കല്യാണം നടക്കണ്ടായിരുന്നടാ? പള്ളി കഴിഞ്ഞിട്ട് അല്ലേ? ചെരിപ്പ ചെടിയില്ല. ആഹാ, നിങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ആണല്ലേ? ബേസിലിന്റെ 3 പേര് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ച പോലെ ഞങ്ങളെ ഒന്ന് ടച്ചപ്പ് ചെയ്യൂ. ചെളിയില്ല, പെട്ടെന്ന് പറയാം, കുഴപ്പമില്ല. ചെരുപ്പ് പോരണ്ട, കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് ചെറിയൊരു ഒന്ന് ടച്ചപ്പ് കഴിഞ്ഞ ദിവസം ചെയ്താൽ തന്നെ. ഇവര് കുടുംബത്തോടെയാട്ടോ. ഹസ്ബൻഡും വൈഫും ദേണ്ട മൂത്ത മോളും കൂടെ ഉണ്ട്. ബേസ് സംഭവങ്ങളൊക്കെ പൊന്നൂനെ ഏൽപ്പിക്കും അല്ലേ? ഏൽപ്പിക്കാറുണ്ടോ? അതെ, ലൈറ്റ് മേക്കപ്പ് ഇടും. അതെ. ഇന്ന് സൺഡേ ആണല്ലോ. അതാണ്
ഒരു സൈഡ്. ഇവർ പിന്നെ ആഴ്ചയിലും മാസത്തിലൊക്കെ പോയി കോഴ്സുകൾ അറ്റൻഡ് ചെയ്യണു. എന്തൊക്കെ ഇതിൽ അപ്ഡേഷൻസ് ഉണ്ടോ ഒക്കെ ഇവിടെ ബേസിലായിട്ടല്ലേ സ്റ്റേ ചെയ്ത് ഹോട്ടലിൽ പോയി. അതെന്താ കോഴ്സിന്റെ പേരെന്ന് പറയാം, എന്നൊക്കെ പഠിച്ചു അതിന്റെ അന്ന് എല്ലാം പഠിച്ചെടുത്തു. മഞ്ജു എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കും, പക്ഷെ മഞ്ജു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാവളെന്ന് പറഞ്ഞ അതും പൊളിച്ചെടുത്തു. വീഡിയോ എടുക്കുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പറഞ്ഞിട്ട് വരണ്ട ഞാൻ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കില്ലേന്ന്. ഈ തുറന്നു പറയാനൊന്നുമില്ലല്ലോ, മുത്തായില്ലേ. നല്ല നല്ല രസമായിട്ടാണേ. ആണ്ട് എൻ്റെ പാട്ടുകാരി ചേച്ചിയുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞാപ്പൂ ഇരിക്കുന്നു, ചക്കായി ഉണ്ട്. എടാ കുഞ്ഞപ്പ എന്നാ വിശേഷം? നല്ല രസമുണ്ട്. ഇഷ്ടം മാളു എന്നൊരു ചേച്ചിക്ക് ഇഷ്ടമായി വന്ന്. ചേട്ടാ ഇതേ ജോണിക്കുട്ടിക്ക് പൗഡറൊക്കെ ഇട്ടിട്ടാണോ? ഭയങ്കര ഗൗരവത്തിനാണല്ലോ. ഇഷ്ടപ്പെട്ടോ? ചേച്ചിമാരുടെ അടുത്ത് കളിക്കുവാണോ? ചേച്ചിയുടെ അനിയനും കൂടി കളിക്കുവാണോ ചേട്ടായുടെയും കൂട്ടത്തില്? വളരെ ലൈറ്റ് ആയിട്ട് ചെയ്തു അല്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയാണ് കേട്ടോ. മഞ്ജുന്റെ സെഫോറകളാണ്. എങ്ങനെയുണ്ട് കണ്ണാടി നോക്കിയേ? എങ്ങനെയുണ്ട്? എല്ലാം സെറ്റെന്നേ ഓക്കെയാ. നമ്മള് പെട്ടെന്ന് മീറ്റപ്പിന് കയറി കേട്ടോ, എത്തിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടൻ ആദ്യം പോയി സീറ്റ് പിടിച്ചു. ഇഷ്ടപ്പെട്ടോ ചോണിക്കുട്ടി? ഇഷ്ടായോ? ഇഷ്ടായോ? നോക്കണോക്കെ നോക്കണോക്കെ. പീഠമരനിരയായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ രാജാക്കാടിൽ നിന്നും മഞ്ഞുകുമ്പാരങ്ങൾ കൊണ്ട് മല തീർക്കുന്ന ഫിൻലൻഡിന്റെ മണ്ണിൽ പോയി നമ്മുടെ ഇടുക്കിയുടെ സൗന്ദര്യം, ഇടുക്കിയുടെ ഒരു കൾച്ചർ എന്തൊക്കെയാണെന്ന് ഈ ലോകമെമ്പാടുമുള്ള മലയാളികളെ മാത്രമല്ല ഈ ലോകമെമ്പാടുമുള്ള എല്ലാവരെയും വാനിലും അങ്ങനെ ഫാമിലിയായിട്ടൊക്കെ പോയി കാണിച്ച് നമ്മുടെ എല്ലാവരുടെയും സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിൻസിയേട്ടൻ ചേച്ചി 300 ഫോളോവേഴ്സ് ഉള്ള സമയത്ത് തന്നെ ഫിൽറ്ററിൽ ആ വീഡിയോ എത്തുന്നുണ്ട്. അത് ചിന്തിച്ചു നോക്കിയേ. അതായത് ഇവിടെ ബ്രോ അടിമാലി, അതുപോലെ പലരുടെയും വീഡിയോസ്, അതുപോലെ അച്ഛൻ, ഇങ്ങനെയൊക്കെ ഞാൻ പലരുടെയും വീഡിയോസ് ഫിൻലൻഡിലേക്ക് ഇരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോകം മൊത്തം നമ്മളിടുന്ന വീഡിയോസ് എല്ലാ മലയാളീസും കാണുന്നുണ്ട്. അതുപോലെ ഞാൻ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആളുകളിലോട്ട് എത്തിക്കാനായിട്ട് ഒരുപാട് കടമ്പകൾ കിടക്കണം. പക്ഷെ ഇപ്പം ഒരു നല്ല രീതിയിൽ സക്സസ് ആയിട്ടിരിക്കുന്നത് നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാൻ അത് ഈസി ആയിട്ട് ആർക്ക് വേണേലും എവിടെ ഇരുന്ന് വേണേലും ജസ്റ്റ് ഒരു ക്ലിക്ക് മതി, അത് കാണാൻ പറ്റും. അത് നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്നൊരു വലിയ കാര്യമായിരിക്കും. എൻ്റെ പേര് സോബിൻ, എൻ്റെ വീട് രാജക്കാടാണ്, എൻ്റെ ഫാമിലി. അതുപോലെ ഞാൻ സംസാരമൊക്കെ കട്ട് ഓഫ് ആയി നിന്നിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പൊ ടീം ബിക്ക് 10 പോയിന്റ്. ഇപ്പൊ ഗെയിം മനസ്സിലായല്ലോ, സിമ്പിൾ ഗെയിം അല്ലേ ഉള്ളൂ. നിങ്ങള് അവരോരുടെ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അത് നമ്മുടെ പരിപാടിക്ക് പിള്ളേർക്ക് ഊർജ്ജം നൽകാൻ വേണ്ടി വന്നിട്ടുണ്ട്. ശിക്ഷാന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി പോണ പോക്കാണ്. വലയിട്ടിട്ടുണ്ട്.
അങ്ങനെ ഈ പ്രാവശ്യം മീൻ പിടിക്കാൻ വേണ്ടി ബാബുച്ചാൻ്റെ കൂടി വന്നിട്ടുണ്ട്. രാത്രി വല ഇട്ടു. രാവിലെ 4:30 ആയപ്പം മല പൊക്കാൻ വേണ്ടി വന്നതാണ്. ചെറിയ ചാറ്റമഴയുണ്ട് അല്ലേ? എന്നാണ്ട് വിശേഷമൊക്കെ? ആണല്ലേ? കളിക്കാൻ പോകുന്നുണ്ട് ഇപ്പം? കളി ഉണ്ടായിരുന്നു ആണല്ലേ? മാസ്റ്റേഴ്സിന്റെ കളി ഉള്ളതുകൊണ്ട് 45+ ഒക്കെയാണ്. ആണല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല, കളിയുണ്ട്. ഇവിടെ ഡയറ്റയുടെ അടുത്തൊരു കളി നടന്നില്ലേ, സാഞ്ചയിലെ? ആ കളിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, അത് കണ്ടായിരുന്നോ? എനിക്ക് അയച്ചതല്ല, ഞാൻ കണ്ടായിരുന്നത്. അതെല്ലേ? അത് കണ്ടായിരുന്നു, അടിപൊളിയല്ലായിരുന്നു? പത്തനംതിട്ടക്കാരാ വന്നെടുത്ത. ആണല്ലേ? അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ആണല്ലേ? അത് എന്നെ കഴിഞ്ഞ ദിവസം പുള്ളി വിളിച്ചിരുന്നു. അത് ഇൻസ്റ്റയിൽ തന്നെ 5 ലക്ഷം പേര് കണ്ടു. എന്നെ അടുത്ത ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കാം. ആണല്ലേ? അവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞു. വെള്ളം പെട്ടെന്നല്ല അയച്ചു വിട്ടല്ലേ? പെട്ടെന്ന് ഒരു 4 ദിവസം കൊണ്ട് വെള്ളം കയറി അന്നേരം തുറന്നു കിട്ടും. ചെറിയൊരു ചാറ്റൽ മഴയും നല്ല രസമുണ്ട്. ഇന്നലെ വൈകിട്ട് കിട്ടിയ വലയാണ്. ഇങ്ങനെ വല പൊക്കിയെടുത്ത് ഇത് ചെറിയ മീൻ കിട്ടിയ വലയല്ലേ? സിലോപ്പി അല്ലേ അത്? അതിൻ്റെ വായടയാത്തോണ്ട് അല്ലേ? സിലോപ്പയുടെ വാടഞ്ഞ ചത്തു. ഭയങ്കര രസമല്ലേ കാണാൻ? നിൽക്കേ ചെറിയ കോടയും എന്നാ ഭംഗിയ ആണല്ലേ? ഇതിൽ അരി ഉണ്ടോ അതില്? അവിടെ വെള്ളത്തിന് കളർ വ്യത്യാസം പോലെ അല്ലേ? ആ വെട്ടം അല്ലേ? വെട്ടടിക്കുന്നതിൻ്റെ അല്ല ഭംഗി. പുല്ലുണങ്ങി നിൽക്കുന്നതിൻ്റെ. ആണല്ലേ? ണ്ടോ കാട്ടുകോഴി? 2 എണ്ണം ഉണ്ടല്ലേ? അതേ 4 എണ്ണം. ഒരു പൂവനാണോ? നല്ല ആ പൂ നോക്കിയേ, താഴെ നിൽക്കുന്ന നല്ല പൂ അല്ലേ? കയറി പോന്നു. നിങ്ങൾ ഫോട്ടോ പിടിക്കട്ടാ, കയറിപ്പോയല്ലേ? ഞാനും പോയി. ഗോൾഡും കയറും ആണല്ലേ? ചെറുവല സാധാരണ കട്ടിയുള്ള വലയാണ്. നമുക്കൊരു മീനോടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മുഴുത്തതാണ്. ഒരു മീൻ 5.5 കിലോ 6 കിലോ ഒക്കെ വരും. കിടന്നത് അങ്ങനെ അത്യാവശ്യം മീൻ 10-30 കിലോ ഉണ്ടാവും. ഇനി 2-3 വലയാണ് നോക്കാനുണ്ട്, 3-4 വലയാണ് നോക്കാനുണ്ട് അല്ലേ? വണ്ടി നമ്മൾ കള്ളിമാലിൽ ഒരു സ്ഥലത്ത് ഇട്ടിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോയത്. ഇവിടുന്ന് വെളുപ്പിന് 4 മണിക്കാണ് പോയത്. അന്നേരം ഭയങ്കര ഇരുട്ടായിരുന്നു. നല്ല മാങ്ങാപ്പഴാട്ടോ, പക്ഷെ പുഴുവാ. ഞാൻ ചെത്തിയാലും പുഴുവാ, മമ്മി ചെത്തിയൊന്നല്ല കേട്ടോ. ഒരു ഇച്ചിരി കേടായിട്ടുള്ളൂ. നല്ല പുഴുവൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി മാങ്ങാപ്പഴം കേട്ടോ. പഴം മുഴുവനെ മാളുവിന് തിന്നണം എന്നുള്ളതായിരുന്നു മാളുവിന്റെ ഡ്രീം. ചക്കിയും ജോലിക്കുട്ടി അത് തന്നെയായിരുന്നു പറയുക. അവരൊക്കെ തിന്നു മടുത്തു. മാളു ഇപ്പൊ കുളി കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും ചെത്തി ഒരെണ്ണം ഞാൻ അകത്താക്കി കഴിച്ചു. ഇനി ഇത്രയും ഇരിപ്പുണ്ട്. ഏമാ ടേസ്റ്റ് നോക്കണം. ഒരു ഫുള്ള് മാമ്പഴത്തിന്നോ? എടുത്തരാം. മറ്റേ സൈഡ് ആദ്യം കഴിക്കും. ഷോക്കിമാലിന്റെ ബോള് മോളിൽ കളഞ്ഞിട്ടല്ലേ? അടിച്ചു കളഞ്ഞു. ജോണിക്കുട്ടി എന്തോന്ന് വിളിയേക്കണം? മാങ്ങാട്ടിക്ക് കൂട്ടു വെക്കോ? മാങ്ങാണ്ടിക്ക് കൂട്ട് വെക്കണം. അതിവിടെ പണ്ട് തൊട്ടെങ്കിൽ നമ്മൾ പറയുന്ന ജോണിക്കുട്ടി കയറണം. പപ്പ കയറാം. മാങ്ങാപ്പഴം എങ്ങനെയുണ്ട്?
നല്ല ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ അവിടുത്തെ മാങ്ങാപ്പഴത്തിനാണ് രുചി കൂടുതൽ, ഇവിടുത്തെയാണോ? അവിടുത്തെയാണ് ഇവിടുത്തെ എക്സ്പ്ലോസീവ് ടേസ്റ്റാ, ഫ്ലേവർ. 2 ദിവസം നല്ല വെയിലായിരുന്നു. മാമോദീസയുടെ ദിവസം ഇന്നലെ 2 ദിവസം ഭയങ്കര വെയിലില്ലായിരുന്നോ? ഇന്ന് വെയിലൊന്നുമില്ല, ഇപ്പൊ നോർമലാ. അപ്പം നമ്മൾ വിഭവസമൃദ്ധമായ ഫുഡാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി അവയിലുണ്ട്. നമുക്ക് മീൻകറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, പോർക്ക് ഫ്രൈ ഉണ്ട്. ഇത്ര ലാവിഷായിട്ട് ഇനി എന്ന് കഴിക്കുക ചായ? ഇതുപോലെ വിഭവസമൃദ്ധമായിട്ടൊരു കഴിപ്പുണ്ടോ? അലുവ, ചക്ക വറുത്തതും ചക്കയുടെ ചായ വൈബ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. ചക്ക പറിക്കാൻ പോണേ, അവിടെ ചക്ക പറിച്ചു കൊടുക്കാം. ചക്കരക്കുട്ടനാണോ? അപ്പ ചായ കുടിക്കണു, മകൻ ചായ കുടിക്കുന്നു, മകന്റെ മകൻ കണ്ടോണ്ടിരിക്കുന്നു, വേറൊരു മകൻ ഇവിടെ ചായ കുടിക്കുന്നു, സ്പൂൺ വെട്ടി കാത്തിരിക്കുന്നു. നാളെ എന്താ പറഞ്ഞേ? നെയിൽസ് കൊണ്ട് ചക്കയുടെ തിന്നുന്നു. ഓ, നെയിൽസ് കൊണ്ട്. ഒരു നെയിൽസ് കാണാനില്ല. മമ്മി ചായയൊക്കെ എടുത്തോണ്ട് വരുന്നു. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇവിടെ ഇപ്പോൾ തൽക്കാലത്തുള്ള കൃഷി എന്ന് പറയുന്നത് ഏലം, വാഴ, കപ്പ, ചേമ്പ്, കാച്ചില്. അതൊക്കെ പിന്നെ ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ ഇളക്കിയെടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് നോക്കിയേ എന്തോരം ചാടി കിടക്കണേ. പുളി പേരിനേ ഉള്ളൂ, മധുര കൂടുതൽ. നമ്മുടെ ഈ പ്ലാവില് ഇതുകൊണ്ട് നോക്കിയേ ചക്കയെല്ലാം പഴുത്ത് കിടക്കുവാണേ. ഇപ്പൊ പറിക്കാൻ പറഞ്ഞേക്കുന്നത് നല്ല വരിക്കയാണ് ഇതേ. അങ്ങനെ എന്താ എന്തോ ഇത് മെറ്റലിന്റെ തോട്ടിയല്ലേ? ലൈൻ കമ്പി അവിടെ, ലൈൻ കമ്പി ഇവിടെ ഒന്നുമില്ല, ലൈൻ കമ്പി ഇവിടെ ഒന്നുമില്ല. ചിരിച്ചോണ്ടിരിക്കും ഭിത്തിയാല്. ഈ കഴിഞ്ഞ ദിവസം കാറ്റത്ത് നമ്മുടെ ഒത്തിരി വാഴ പെടന്നു പോയേ. ഞാൻ ഇരിക്കാം, വാഴക്കലോട്ടെ. നമ്മുടെ ഇതാണ് കാറ്റത്ത് ഒത്തിരി വാഴക്കല ഉണ്ടോ പെടന്നു പോയി. ശരിക്കും മൂത്ത് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതൊന്ന് വെട്ടാൻ വേണ്ടിട്ട് വന്നതാണ്. വാഴപ്പിണ്ടി തോരൻ വെച്ച് അടിപൊളിയാ. വെട്ടിയെടുക്കാം നമുക്ക്. നിങ്ങൾ നാഗവല്ലി കൂടി എന്ന് പറഞ്ഞെടുത്ത നാട്ടിൽ പോയിട്ട് മൊത്തം നാഗവല്ലി കൂടി എന്നാ പറഞ്ഞത്. ഇപ്പൊ ആരും കേൾക്കുന്നുണ്ടോ? അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ ടൗണിലാണ് അമ്പലത്തിൽ നിന്നുള്ള പാട്ട്, പള്ളിയിലെ പാട്ട് കേൾക്കും, മോസ്കിൽ നിന്നുള്ള മറ്റേ പ്രാർത്ഥന കേൾക്കും, അമ്പലത്തിലെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന അവരുടെ പാട്ട് രാവിലെ സുപ്രഭാതം, വൈകിട്ടും ഉണ്ട്. രാവിലെ സുപ്രഭാതം മറ്റേ അതില്ലേ, അത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കാട് ഒരു രക്ഷയില്ല മക്കളെ, അല്ലേ? അതായത് പള്ളിയിലെ പ്രദക്ഷിണത്തിന് ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും സഹകരിക്കും. അത് പറഞ്ഞപ്പോഴും ഓർത്തെ, അടുത്ത ശനിയാഴ്ച ശനി ഞായർ ഇവിടെ പള്ളി പെരുന്നാളാണ്. ഞങ്ങൾക്കൊരു ഭാഗ്യം കൂടെ കിട്ടി, ഒരു പള്ളി കൂടാൻ പറ്റുമല്ലോ. ഈ വാഴക്ക വെട്ടണം. പിന്നെ നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ ഏലമാണേ. ഏലത്തിന് വളമൊക്കെ ഇട്ടേക്കുന്നുണ്ടോ? ഉണ്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതായതാണേ, പഴുത്ത് വയ്ക്കുന്നുണ്ടോ? കൊരങ്ങന്റെ ശല്യം ഇല്ലാത്തോണ്ട് കൊല എങ്ങനെയുണ്ട്? കൊരങ്ങൻ ക്യാമറയും പിടിച്ച് നിൽക്കുകയാണ് ഗൈസ്. ഞാനൊന്നും പറയുന്നില്ല. കൊരങ്ങനിപ്പോ ഇവിടെ ഇല്ല ഗൈസ്, കൊരങ്ങനിപ്പോ ഇവിടെ ഇല്ല ഗൈസ്. അതല്ല, കൊരങ്ങൻ ഇവിടെ ഇല്ല ഗൈസ്, വേറെ ഏതോ രാജ്യത്താണ്. ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ ആ കൊല ഞാൻ നിങ്ങളുടെ അപ്പം കൊരങ്ങനാണോ അങ്ങനെ പറയാനേ? അല്ലല്ലോ. നോക്കിയേ, ഈ വാഴക്കൊല വെട്ടാനാണ് എന്നെ ഏൽപ്പിച്ചത്. ഇതാണ് നാഗവല്ലി കൂടി എന്ന് പറയുന്ന സംഭവമാണ്. അല്ലേ? അടിപൊളിയാണോ? വേണ്ട, ഇത് എന്നാ വാഴക്കൊല എന്നറിയോ? ഇതാണ് പാളയംകോടൻ. വേണ്ട ഞാൻ വെട്ടിക്കോളാം. വേണ്ട ഞങ്ങൾ വെട്ടിക്കോളാം. ഇത് പാളയംകോടനോ? ഇത് വേറെ. എന്തോ പണ്ടത്തെ പോലെ എന്നോട് പറഞ്ഞു എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു, വയസ്സായെന്ന് പറയണം. പണിയെടുക്കൂല ഇപ്പൊ. ഇപ്പൊ വാള് മാറി. അത് തന്നെ. മമ്മിയാണ് വാഴക്കൊല കഷ്ടപ്പെട്ട് മമ്മി വെച്ചാ അത് ആരാ വെച്ചെന്ന് പറയാം. എന്റെ വീഡിയോക്കകത്ത് പറയാ സ്വന്തം വെച്ചതാന്ന് മമ്മി. ക്യാമറയ്ക്കകത്ത് ഡയറക്റ്റ് വരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ.
മമ്മിയാണ് വാഴക്കുല വെച്ചത്. പപ്പയുടെ കയ്യിൽ നിന്ന് സ്ഥാനം ഏറ്റുമാറ്റിയിട്ടുണ്ട് അല്ലേ? പപ്പയും ചെയ്യും മമ്മിയും ചെയ്യും, രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഇവിടെ മൊത്തം ചെയ്യുന്നത്. പിന്നെ ഏലത്തിന് പപ്പ വേണ്ടായപ്പോഴേക്കും മുഴുവൻ ഭാരവും മമ്മിയുടെ അറിയാവോ, പപ്പ വയ്യാണ്ട് സ്ട്രോക്ക് വന്ന് ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്കാറായി കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ഏലത്തിന് മൊത്തം കട വെച്ചത് പപ്പയാ. അയ്യോ തകർത്തു. അടിപൊളി, വെരി ഗുഡ്. എന്നാൽ ഞാൻ വാഴക്കുല ഇട്ടട്ടെ. ഇത് നിത്യവഴുതനങ്ങയാണോ ഇത് മമ്മി? ഇത് നിത്യവഴുതനങ്ങയാണോ? പോയോ മമ്മി? അത് മറ്റേ വഴുതനങ്ങ നിത്യവഴുതനങ്ങ എന്തൊക്കെ കേട് പിടിച്ച സാധനമാണ്. അതല്ല, ഇതെന്താ വിഷം സാധനമാണ്. അതായത് നമ്മുടെ ഈ സ്ഥലത്ത് നമ്മുടെ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണേ, വീടിനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന സ്ഥലമാണേ. ഇവിടെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഏറുമാടം. പക്ഷേ ഇനി ഒരു സംഭവം ചെയ്യുന്നില്ല, കാരണം ഇവരെ കൊണ്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വേറെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാനിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെന്നുള്ളത് നമ്മൾ വഴിയെ നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ യങ് ഏജിൽ, അതായത് 20s ആ ഒരു സമയമൊക്കെ നമ്മളിങ്ങനെ ഡെവലപ്പ് ആകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈമാണല്ലോ. അന്നേരം ഒരുപാട് പ്ലാൻസ് ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കും. പിന്നെ ഒന്ന് സെറ്റിലായിട്ട് നമ്മളൊരു മിഡിൽ ഏജ് ആ ഒരു ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പിന്നെ പിള്ളേരുടെ ഫ്യൂച്ചർ കാണണം. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് എഫേർട്ട് ഇടാൻ പറ്റത്തില്ല. അത് കുറച്ച് ബെറ്റർ ആക്കി കൊണ്ട് പോകാനേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ ജീവിച്ചിട്ടാണ് കാര്യമുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കോക്കിയും നടക്കത്തില്ല. അപ്പൊ പിന്നെ നമ്മളിവിടെ ഉള്ളത് നമ്മുടെ ഏലത്തിന്റെ നമ്മുടെ ഏലത്തിന് മൊത്തം മുഴുത്ത ചക്ക, അതൊരു കൊല ചക്ക കേട്ടോ. അതൊക്കെ ഒരു കൊണത്തില് 2, 4, 5 ചക്ക. നമ്മള് തന്നെ നമ്മുടെ മുതലിങ്ങനെ കണ്ടുവെച്ച് താഴെ കരിച്ച് താഴെ ഇടുന്നു. പ്ലാവ് കരിഞ്ഞു പോയേ, പ്ലാവ് കാറ്റത്തോരണത്തിന്റെ ടോപ്പ് ഒരു ഏക്കര ഒടിഞ്ഞു പോയതാണ് ഗൈസ്. അത് ഒടിഞ്ഞു. ഏലത്തെ വീടായിരിക്കും കെട്ടി തൂക്കിട്ടേ കേട്ടോ. ആണോ? ഈ വാചടിച്ച് മാറി. ഞാൻ നിന്നെ ഇത് വേണ്ടട്ടെ ചുക്കു, കത്തി തരും. ഞാൻ വാഴക്കൊല വെട്ടിട്ട് ഗൈസ്, വാഴക്കൊല വെട്ടിട്ട് ഗൈസ്. വെട്ടറിയാവോ? മമ്മി അറിയുന്നോടാ ഞാൻ ചെയ്തു തരാന്ന്. എന്നോടാണോ ബാല? ഊന്നുകല്ലിന്ന് മമ്മി ജോണിക്കുട്ടീനെയും കൂട്ടിക്കൊണ്ടോട്ട് ഇതുപോലെ തന്നെ ഒരു കൊല നിറച്ച് പഴുത്തത് ചുമിക്കൊണ്ട് വന്നു. വീടെത്തിയപ്പോഴേക്കും കൊലയുടെ പകുതിയുള്ളൂ. പഴം മുഴുവൻ മോനൊഴുക്കി ചാടിച്ചാടിപ്പോയി. ഈ കപ്പയുടെ ഇത് വെച്ചിട്ട് കപ്പമാല ഉണ്ടാക്കാൻ അറിയാവോ? ഒന്ന് കാണിച്ചു തരുമോ? പിള്ളേർക്ക് ഇട്ട് കൊടുക്കാം, നമുക്ക് മാല ഇട്ട് കൊടുക്കാം. അറിയാവോ, അവർക്ക് പണ്ട് 80s 90s ഉള്ളവർക്ക് അറിയത്തില്ലേ? അതായത് ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണോ 80s അപ്പച്ചൻ 90s ഗേളിന് വേണ്ടിയിട്ട് കപ്പമാല ഇട്ട് കാണിച്ചു തരാൻ പോവുകയാണ്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം. അതായത് ഇങ്ങനെയാ. അത് കഴിഞ്ഞിട്ട് നമ്മള് കണ്ടോ വേണ്ടമേ കപ്പമാല ഉണ്ടാക്കാൻ നോക്കിയതാ, പക്ഷെ സംഗതി പാളിപ്പോയി. ആണോ? ഓക്കെ, ഉണ്ടെന്ന് ആവശ്യമില്ല. തൂക്കിക്കൊണ്ട് പോണോ? ഓക്കെ, പക്ഷെ പണ്ട് നമുക്കിവിടെ കുരങ്ങന്മാര് വരുമായിരുന്നോ? അത് നെടുങ്കണ്ടത്തായിരുന്നോ? കല്ലാറൂട്ടിയിലാട്ടോ. സോറി, കിതയ്ക്കുന്നല്ലോ, വേർപ്പൊക്കെ തുറച്ച് കിതയ്ക്കുന്നു. ഇത് കണ്ടോ? ഇത് ആമ്പലാണോ താമരയാണോ? ഇത് ആമ്പലാണോ താമരയാണോ? താമരയാണോ? കണ്ടോ എന്ത് രസാ നോക്കിയേ. ഓക്കെ, ഈ മാവ് ഫുൾ എംറ്റി ആയി. പക്ഷെ ഈ ഒരു കൊലയിൽ മാത്രം ഇങ്ങനെ താഴ്ന്ന് നിറച്ച് മാങ്ങ കിടപ്പുണ്ട്. ആരുടെയും കണ്ണിപ്പെടാതെ കുറേ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ ശംഖുപുഷ്പം പറിച്ച് ചായക്കകത്ത് ഇടുന്നത് പറിച്ച് കളയരുത്. ഇച്ചാനൊരു മടിയില്ല, എല്ലാം നശിപ്പിക്കും. അലോവേര ഉണ്ടോ? ഇതെല്ലാ ദിവസവും പറിച്ച് എനിക്ക് മുഖത്തുരയ്ക്കണം. പീസ് ലില്ലി നമ്മൾ വീടിനകത്ത് വെച്ചേക്കണ പീസ് ലില്ലി ഇവിടെ പറമ്പിൽ നിൽക്കണുണ്ടോ? ഇച്ചിരി പുഴു തിന്നതിൻ്റെ ഇലയൊക്കെ, പക്ഷെ അതൊരു പീസ് ലില്ലി നിൽക്കണുണ്ടോ? വാവ്. മാല വെട്ടാനാന്നും പറഞ്ഞുകൊണ്ട് ഈ ചേൻ കത്തി താഴെ ഇട്ടു. എന്നിട്ട് മുറിച്ചെടുത്ത് മാല വെട്ടി. എന്നിട്ടൊരു ഓർമ്മയില്ല. ഒരു കാര്യം ഞാൻ ഏറ്റവും നമ്മുടെ വലിയ പ്ലാവിലൊക്കെ നിറച്ചൊക്കെ ഉണ്ടേ, പക്ഷെ ഏറ്റവും എളുപ്പത്തില് മോളി ചക്ക പോയി കുഞ്ഞാണെങ്കിലും കൈകൊണ്ട് തട്ടിയെടുക്കുന്ന പോലെ. എന്റെ കണ്ണ് ആ ചക്കയിലോട്ടല്ലാട്ടോ പോകുന്നേ. എന്റെ കണ്ണ് ആ പാഷൻ ഫ്രൂട്ടുകൾ എന്തോരോ നോക്കൂ. പാഷൻ ഫ്രൂട്ട്. ഓ മൈ ഗോഡ്. പഴുത്തുറപ്പാണോ?
പഴുത്ത ചക്ക എങ്ങനെ അറിയാം? ഇത് കൊട്ടുന്ന സൂക്ഷിച്ച് താഴെ വീഴലെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനത്തെ സൗണ്ട് കേട്ടാ പഴുക്കും. ഇത് പഴുത്തത് ഞങ്ങളുന്നുണ്ട്. എങ്ങും കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, ഞാനൊന്ന് മണത്ത് നോക്കട്ടെ. നല്ല മണമുണ്ട്. നമ്മൾ ചക്കയും കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇത് കഴിഞ്ഞാൽ കഴിച്ചില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ഓൾറെഡി വയറ് ഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. ഒരു മടി. ഇപ്പം ചായ കുടിയും കൂടെ കഴിഞ്ഞുകൊണ്ട് എന്നാ ചെയ്യണ്ടേ? ചക്ക എന്തോരാ കഴിയുമ്പോഴേക്കുണ്ടല്ലോ കുറച്ച് ദിവസം പറഞ്ഞ കാലിന് ഇതൊക്കെ കാണില്ലേ, അകത്തലെല്ലാം ഇതായിരിക്കുന്നത്. അപ്പം തേച്ച് സ്ഥിരമായിട്ട് ഈ ഹൈ റേഞ്ചിൽ പ്രത്യേകതയുണ്ട്. സ്ഥിരമായിട്ട് പറമ്പിപ്പണിയൊക്കെ കഴിക്കുമ്പോഴേക്കും സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് താനടിക്കും. പിന്നെ കാറ്റത്തും ഇവിടെ അടിക്കും, പെട്ടെന്ന് ഇതാവും. അപ്പോൾ അതേ സ്ഥാനത്ത് കോതമംഗലം സൈഡിൽ, എറണാകുളം സൈഡിലേക്ക് നമ്മുടെ സ്കിൻ അത്രയും ടാൻ അടിക്കത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ആര് പറഞ്ഞു? അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അധ്വാനിക്കുന്നവർക്കെല്ലാം പറമ്പിൽ ഇത് ചെയ്യുന്നവരെല്ലാവരും അതിന്റെ പൊതുവെ ഹൈ റേഞ്ചിലുള്ള ഞങ്ങൾ ഭയങ്കര അധ്വാനികളാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അധ്വാനം കുറവാണ്. ഇത് കട്ട് ചെയ്യുന്നുണ്ടോ? ചെത്തിപ്പൂ പോലെ തന്നെ ഇരിക്കും അല്ലേ? ആ, പക്ഷെ കണ്ട ചെത്തിപ്പൂ പോലെ തന്നെ ഇരിക്കും. നല്ല രസമുണ്ട്. അതല്ല, ചക്ക നന്നായിട്ട് പഴുത്തത്. ഏതാ? ആ, ശരിയാണല്ലോ, അതിന് വേറെ കളറുണ്ട്. ഇതെല്ലാം ചുമ്മാ സാധാ നമ്മൾ ഓരോ വീടുകളിൽ നിന്നൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വെച്ച ചെടികളാണേ. ഇതിന്റെ പൂവ് ഇതായി. അടിപൊളി. അങ്ങനെ കുറച്ചെടുത്ത് തലേ തൊട്ട് വെച്ചോ. ഏതാ? ഇതിന് പേരണ ചേക്കു സാധനത്തിന്റെ നന്നായിട്ട് പഴുത്തിട്ടില്ല. നല്ല ടേസ്റ്റുള്ള സാധനം ഇതാ. ചെമ്പകപ്പൂവാണേ, ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ മൊത്തത്തെ ഉണ്ടോ ചീവീട് സമയം. ഇനിയിപ്പോ നമ്മൾ നേരെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുമല്ലേ? അതെ, സമയം പോയത് അറിഞ്ഞില്ല. ഭയങ്കര തിരക്കായി പോയി അല്ലേ? നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അത് ഇവിടുന്ന് കാണുന്നത് എന്ത് ദൂരേന്നല്ലേ? ഓർക്കുന്നില്ല നമ്മള് കഴിഞ്ഞ മാസം നമ്മുടെ ലിവിംഗ് റൂമിലെ ഡോറില്ലേ, അതിൽ നിന്ന് നോക്കുമ്പോ ഓപ്പോസിറ്റ് വീടിന്റെ മുകളിൽ വലിയതായിട്ടായിരുന്നു ഇരുന്നത് അല്ലേ? നിങ്ങൾ കണ്ട ഓർക്കുന്നുണ്ടോ? ഏറ്റവും അടുത്ത് വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ട് കാണും. ഇവിടെ എന്ത് ദൂരെയാ നോക്കുമ്പോൾ പിള്ളേരെല്ലാം പോയി മെഷർമെന്റ് എടുത്തു കഴിഞ്ഞു. അപ്പം എന്താണ് പറയാനുള്ള കാര്യം പറയട്ടെ. കുറെ പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ വീഡിയോസ്, നമ്മള് ആദ്യ കുർബാന, മാമോദീസ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇരുന്ന പിള്ളേരെ കുറേ പേരെ നമ്മുടെ അടുത്ത് ആദ്യ കുർബാന, മാമോദീസ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് എന്നതാണെന്നുള്ളത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ റിലീജിയനിലുള്ളവർക്ക് അറിയില്ല എന്ന്. അപ്പം എല്ലാവർക്കും അറിയാലോ, നമ്മൾ ക്രിസ്ത്യാനികളാണ്. അപ്പം ക്രിസ്തുമതം നമ്മൾ വിശ്വസിക്കുന്നവർക്ക് നമുക്ക് കൂദാശകളുണ്ട്. അപ്പം കൂദാശകൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുമ്പോൾ വരെയുള്ള നമ്മൾ വിശ്വാസം അനുസരിച്ച് സ്വീകരിക്കുന്ന കൂദാശകളിൽ ഫസ്റ്റ് കൂദാശയാണ് മാമോദീസയ്ക്കകത്ത്, മാമോദീസ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഉള്ളത്. പിന്നെ ഈശോയെ സ്വീകരിക്കുന്നത്, ആദ്യമായിട്ട് ഈശോയെ അപ്പത്തിൻ്റെയും അത് നമ്മുടേതായ കുറച്ച് വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈശോയെ സ്വീകരിക്കുക, എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയും. അപ്പം അതായിരുന്നു ചക്കയുടെ കഴിഞ്ഞത്. അങ്ങനെ അപ്പൊ അറിയില്ല, സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈശോപ്പയുടെ വെള്ളത്തിനകത്ത് മുക്കിയാണ് ഇങ്ങനെ ബ്ലസ് ചെയ്ത് അല്ലേ, ബാപ്റ്റിസം, അതിനാണ് ബാപ്റ്റിസം ചെയ്യാന്ന് പറയുന്നത്. നാച്ചുറൽ ആയിട്ട് കേൾക്കുന്ന സംഭവം, നാച്ചുറൽ ആയിട്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ അടുത്ത ദിവസം നമ്മളിവിടെ നേരെ പോകുന്നത് വേളാങ്കണ്ണിക്ക് പോകാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു. വേളാങ്കണ്ണിക്ക് പോകുന്ന കുറെ പ്രിപ്പറേഷൻ ഉണ്ട്, തയ്യാറെടുപ്പുണ്ട്. അവിടെ എത്ര കിലോമീറ്റർ ഇങ്ങനെ പല നേർച്ചകളുണ്ടല്ലോ. അവിടെ എത്ര കിലോമീറ്റർ അവിടെ മുട്ടോണ്ട് നടക്കണ്ടേ? 7 മണിക്കൂർ ഡ്രൈവ് ആയിരിക്കും. ഞാൻ പോകുന്നു അവിടെ. ട്രെയിന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ബസ്സിന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്ത് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ 100% ഡിസൈഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേർച്ച പല രീതിയിലുണ്ടല്ലോ.
അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മുട്ടയിൽ നടക്കുന്നതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കർമ്മമാർ പറയും അവിടെ ചെന്ന് മുട്ടയിൽ നീന്തുക എന്നുള്ള നേർച്ചയാണ് പറയുന്നത്. അപ്പം ഇവർ കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് നീന്താന്ന് പറയുമ്പോൾ ഇവർ വിചാരിച്ചെന്നു പറഞ്ഞിട്ട് മറ്റേ വെള്ളത്തിൽ സ്വിമ്മിങ് പൂളിൽ സ്വിമ്മ് ചെയ്ത് ഞാനുണ്ടെന്ന്. അപ്പം മമ്മി പറഞ്ഞു കൊടുത്തു അത് നേർച്ചയാൻ മോനെ, ഇങ്ങനെ മണൽ വിരിച്ചതിനകത്തോടെ മുട്ടുകുത്തി നടന്ന് നിറച്ചു. മണലിനകത്തൊരു മുട്ടുകുത്ത് നിറച്ചോ? ഞാനില്ല. മണ്ണിനകത്ത് കുളിക്കുന്ന പറഞ്ഞാൽ സ്വിമ്മി പോകുമായിരുന്നു. ചെല്ലുമ്പോ കാണാം കേട്ടോ. ചെറിയൊരു കുളിരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയില് കാണാം. ഒരു ബൈ പറയടാ. ബൈ.